സ്വയംവരം സ്വയംവരം. ഇവര് കളിച്ചല്ലോ ഡാൻസ്, നിങ്ങൾ പിന്നെയും കളിക്കുമെന്ന് എനിക്കറിയാം. ഇവരെ പഠിപ്പിക്കാൻ എന്തൊരു ഒരു ചാലഞ്ച് കോൺഫിഡന്റ് ആണ്, ഒരു പ്രശ്നമില്ല. ആ ഒരു മൂഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഡാൻസ് കളി ഞാൻ ഓൾമോസ്റ്റ് ഒരു 5th വരെ കളിച്ചിരുന്നു. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു, മടിയില്ല. പിന്നെ ഹൽദിരം എന്നാണ് ഞാൻ രണ്ടാമത് കളിക്കുന്നത്. ആദ്യമായിട്ട് പിന്നെ കളിക്കുന്നത് ഹൽദിരം എന്നാണ്. അത് ഞാൻ പറഞ്ഞു അവനോട് കളിക്കരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ കളിച്ച ഞാൻ എടുത്ത് അവള് പൊന്തിക്കപ്പോ അവള് പൊന്തിക്കാൻ പറഞ്ഞു. പക്ഷെ അവൻ അത് പൊന്തിച്ചില്ല, കണ്ടി കളിക്കേണ്ടി വന്നു. അവന് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സ്പിരിറ്റ് കൂടല്ലോ അവന്. കളിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് പിന്നെ നിക്കില്ല, അങ്ങോട്ട് കേറും. ഞാൻ കൊറേ പറഞ്ഞു നിർത്തി. അവൻ കളിക്കുമ്പോ അതേപോലെ ഞാനും കളിക്കണം. അങ്ങനെ ഞാൻ അവന്റെ മേത്ത് കയറിയപ്പോ പിന്നെ അവൻ കളിച്ചാൽ മതി, ഞാൻ നിന്നുള്ള മേത്താണല്ലോ. അങ്ങനത്തെ കുറച്ച് സീക്വൻസ് ഞാൻ മേത്ത് കയറുന്നു, പിന്നെ അവൻ കളിച്ചപ്പോ ഞാൻ കളിക്കേണ്ട പ്രശ്നം വരുന്നില്ല. പഞ്ചാബി സോങ് ഇട്ടപ്പോ ഞാൻ ഒക്കത്ത് ശരിക്കും അവിടെ ഡാൻസ് ആണോ ഗുസ്തിയാണോ നടന്നത്? എല്ലാം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഷോൾഡറിലായിരുന്നു പുള്ളി. അവന്റെ അതുപോലെ വീഴഞ്ഞ ഭാഗ്യം തല്ലിപ്പൊട്ടിക്കലുണ്ടായിരുന്നു. അതായത് ആൻസൺ കൊടന്നല്ലി പൊട്ടിക്കണം, ഡിംപിള് വലിക്കണം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ്. എന്നിട്ട് ആരാണ് ജയിച്ചത്? രണ്ടുപേരും ജയിച്ചു. സോ അത് കൂടാണ്ട് നിങ്ങളുടെ റിലേറ്റീവ്സും കസിൻസും എല്ലാം കൂടെ ലാസ്റ്റ് DJ അടിച്ചു പൊളിച്ചിരുന്നു. സോ ഇവരുടെ മെഹന്തി നൈറ്റിന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോ കേട്ടത്. കേട്ടേത്തോളം ശരിക്കും ഒരു ക്രേസി ഈവനിങ് തന്നെയായിരുന്നു. അവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് കാണണ്ടേ? ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. എൻജോയ് ചെയ്യുന്ന ഒരു സമയത്ത്, എസ്പെഷ്യലി തോളത്ത് കയറിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ചടങ്ങ് നടക്കാൻ പോവാണ്. ഫംഗ്ഷനിൽ ലാസ്റ്റ് എന്റെയും ആൻസന്റെയും തലയില് വലിയൊരു കുടത്തില് വെള്ളം കമത്തണതായിരുന്നു നോർമലി. അപ്പൊ ഇവർ രണ്ടുപേരും എടുത്ത വെള്ളം, ഒഴിച്ച വെള്ളം കേടായി. അവസാനം അത് ചെളിവെള്ളമാണ് തലയെടുത്ത് ഒഴിച്ചത്. അവസാനം മഞ്ഞ കളറിലുള്ള വെള്ളം അല്ലല്ല, കുറച്ചൊരു ക്ലാരിറ്റി പറയും. എന്താണ് ഈ കുടത്തിന്റെ അകത്ത് ഈ പൊട്ടിച്ച അല്ലല്ല, വെറുതെ ഒരു കുടം. ഞങ്ങൾക്ക് കാരണം ഞങ്ങള് മേത്ത് മുഴുവൻ മഞ്ഞളിട്ട് ആകെ വൃത്തികേടായിട്ട് ഇരിക്കുവാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇരിക്കുവാണ്. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് ഒരു കോംപ്രമൈസ് ആക്കണം. അപ്പൊ അതിനു വേണ്ടി കുറച്ച് കുടത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് തലേക്കൂടെ മഞ്ഞൾ മിക്സ് ചെയ്തൊന്നൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങളുടെ പ്ലാനിങ് ആയിരുന്നു. ആദ്യം ഞങ്ങൾ ഒഴിക്കാന്നായിരുന്നു. അവസാനം നോക്കിയപ്പോ നിങ്ങൾ ഒഴിക്കണ്ട, നിങ്ങൾ നീറ്റായിട്ട് ഇരിക്കല്ലേ, നിങ്ങളുടെ മെത്ത് ഒഴിച്ചാൽ മതി. ഈ കുടത്തിന്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയായിരുന്നു? നമ്മള് പ്ലാൻ ചെയ്തിരുന്നത് നല്ല വെള്ളമായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്തോ കാരണവശാൽ വെള്ളം ആ സമയത്ത് അറേഞ്ച് ചെയ്ത് വെച്ച കുടം കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ ചെളി, വെള്ളം നിറച്ചിട്ട് ചെളിയാണ് ഒഴിച്ചത്. പ്ലാൻ ചെയ്തത്
എന്തോ ഇതുകൊണ്ട് ലൈറ്റിങ്ങും വയറിങ്ങും അതൊക്കെ ഉള്ളതായിരുന്നു. ഷോർട്ടായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പൊ അത് പക്ഷെ വേറെ ആരോട് നമ്മൾ പറഞ്ഞില്ല അവിടെ. ആർട്ടിഫിഷ്യൽ റെയിൻ അവര് വിചാരിച്ചു ഇതാണ് പ്ലാൻ ചെയ്തത്. ഇതാ അപ്പൊ അതങ്ങനെയാണ് വെള്ളം ഒഴിച്ച് നിർത്തിയത്. കാരണം ട്രെയിൻ നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് അത് നടന്നില്ല. അപ്പൊ ചെളി വെള്ളം കൊണ്ട് അവസാനം ഇങ്ങോട്ട് ഒഴിച്ച് നമ്മൾ തിരിച്ചു അങ്ങോട്ട് ഒഴിച്ചു. മൊത്തത്തില് ശരിക്കും നിങ്ങളുടെ ഓൾമോസ്റ്റ് ഒരു 12 മണി വരെ മിഡ് നൈറ്റ് ശരിക്കും ഒരു ക്രേസി പക്ഷെ ഇപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഭയങ്കര രസമുള്ള മൊമെന്റ്സ്. സത്യം ആ ഒരു 12 ദിവസം ശരിക്കും ഞങ്ങൾക്ക് ഉത്സവം തന്നെയായിരുന്നു. ഞങ്ങൾക്ക് മാത്രല്ല കസിൻസിനും. കാരണം ആൻസിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും മുംബൈ ബേസ്ഡ് ആണ്. അപ്പൊ ഈ ഹൽദിയുടെ അന്ന് മുതല് 30th ചേട്ടന്റെ കല്യാണം വരെ അവിടെ വീട്ടിലെ ഉത്സവമാണ്. ഇത്രയും 10-40 ആൾക്കാർ അവിടെ. അതുപോലെ തന്നെ പിങ്കിയുടെ വീട്ടിലായാലും നമ്മുടെ വീട്ടിലായാലും ഇത്രയും ദിവസം അടുപ്പിച്ചടുപ്പിച്ച് ഫംഗ്ഷൻ ഉള്ള കാരണം അന്ന് തൊട്ടേ വീട്ടിലെ ആൾക്കാരും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ ഭയങ്കര ഒരു രസമായിരുന്നു. കേൾക്കേണ്ടത് ഇവരുടെ ബെട്രോത്തൽ ഫംഗ്ഷന്റെ വിശേഷങ്ങളാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് മേഘന, എനിക്കൊരു സീരിയസ് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. മേഘന, ഈ ഫംഗ്ഷൻസിന്റെ ഒക്കെ ഇടയ്ക്കും ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല ശരിക്കും. എല്ലാവരുടെയും ഫാമിലി ഉണ്ടായിരുന്നു, കസിൻസ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ മേഘനയുടെ അച്ഛനെ നമ്മൾ കണ്ടില്ല. ഞാൻ പേഴ്സണലി ഒരുപാട് ഇപ്പം സോഷ്യൽ മീഡിയ നമുക്കറിയാലോ, അത് മീഡിയ അറിയാം, ഒരുപാട് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു, ഓരോരോ വാർത്തകൾ. പക്ഷെ നമുക്ക് മേഘനയിൽ നിന്ന് തന്നെ അറിയണം, ഒരു ക്ലാരിറ്റി വേണം. എന്താണ് ശരിക്കും എന്താണ് അച്ഛനെത്താത്ത? എന്താണ്? എൻ്റെ പപ്പയും അമ്മയും കൂടെ ഡിവോഴ്സ്ഡ് ആണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഫങ്ഷൻസിലൊന്നും കാണാണ്ടിരുന്നത്. ഓക്കെ. പിന്നെ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് പുറത്തായിരുന്നു, ഗൾഫിലാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ക്ലാരിഫൈ ചെയ്യാൻ ടൈമായി തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൗമുദി ചാനൽ നമ്മുടെ ഫാമിലി ചാനൽ പോലെ ആയതുകൊണ്ട് ഇപ്പൊ ക്ലാരിഫൈ ചെയ്യാണ്. എൻ്റെ അമ്മയും പപ്പയും കൂടെ ഡിവോഴ്സ്ഡ് ആണ്. കാരണം റോസിനെ അറിയാലോ, ഇപ്പൊ പലതാണ് പറയുന്നത്, പല രീതിയിലാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്റ്റോറീസ്. അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ ക്ലാരിഫൈ ചെയ്യാനൊരു സമയമായി, അതുകൊണ്ടാണ് ഇപ്പൊ ഡോൺ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, എനിക്കറിയണ കാര്യമില്ല. നമ്മളിപ്പോ അത് ചോദിക്കേണ്ട കാര്യം പറയണില്ല. ഞാൻ ചോദിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. അതിനൊരു ക്ലാരിറ്റി ആയി. കാരണം ഒരുപാട് പേര് നമ്മുടെ പാവം മേഘനക്കുട്ടീനെ ഒത്തിരി എന്താ പറയാ, നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിലും ചിലവർക്കുള്ള ഒരു പ്രശ്നമാണ്. വരുമ്പോ എന്താ പറയാ, ഒരു ക്ലാരിറ്റി അവർ എഴുതാൻ നമുക്ക് വായിക്കുമ്പോൾ നമുക്കൊരു മിസ്മാച്ചിങ് വരുന്നത്. അതാണ് മെയിൻ ഇഷ്യൂ വരുന്നത്. ഓരോ വ്യക്തിയുടെയും ഒരു പ്രൈവസി മാനിക്കണം നമ്മൾ. അവർക്കും ഫീലിങ്സ് ഉണ്ട്, അവർക്കും ഇമോഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഫൈനലി മേഘന അതിനൊരു ക്ലാരിറ്റി നമുക്ക് വേണ്ടി തന്നേക്കുവാണ്. സോ ഐ ഹോപ്പ് വിത്ത് ദിസ് ദാറ്റ്സ് എ ഫുൾ സ്റ്റോപ്പ് ടു ദിസ് ക്വസ്റ്റ്യൻ അല്ലേ. സോ ബാക്ക് ടു ഹാപ്പി മെമ്മറീസ്. സോ ഇപ്പൊ നിങ്ങൾ എന്താ പറയാ, ഇനി ബെട്രോത്തലിന്റെ വിശേഷങ്ങളാണ് എനിക്ക് കേൾക്കാനുള്ളത്. എന്തായിരുന്നു നിങ്ങളുടെ കോസ്റ്റ്യൂംസ്? ഞങ്ങള് ധാവണി, അതായത് ട്രഡീഷണൽ ലെഹങ്ക സ്റ്റൈല്, സ്കേർട്ടും ബ്ലൗസും ധാവണി, പിന്നെ ഷോള് ഒരേപോലെ ഒരേ സ്ഥലത്ത് നിന്നു. അതെ, ഒരുമിച്ച് പോയിട്ട് ഒരേ സ്ഥലത്ത്. കാരണം നമ്മള് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്യുമ്പോഴും അവരോട് പറഞ്ഞിരുന്നു രണ്ടാളും ഒരേപോലെ നിക്കണം, അല്ലാണ്ട് ഒരാള് വേറെ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരാള് വേറെ സ്കിൻ ടോൺ, അങ്ങനെ പറ്റില്ല. ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ കോസ്റ്റ്യൂം ഡിസൈനറുടെ അടുത്തായാലും മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അടുത്തായാലും എന്റെ ഡാഡിയും മമ്മിയും പറഞ്ഞ ഒരൊറ്റ ഡിമാൻഡ്, രണ്ടാളെയും ഒരുപോലെ ആയിരിക്കണം, ഒരാളും കൂടാനോ അതപ്പൊ ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. ഡിംപിളിനെ മേക്കപ്പ് ചെയ്ത ഒരു എൻജോ ആണ്.
പിങ്കിനെ ചെയ്തത് ശ്രീകുമാർ. രണ്ടാളും ലീഡിംഗ് ആണ് മേക്കപ്പിൽ. So, ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് തമ്മിൽ അവർക്ക് നേരത്തെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ല, രഞ്ജുവിന്റെ അസിസ്റ്റന്റ് ആണ് ശ്രീകുമാർ. അപ്പൊ അവർ തമ്മിൽ അറിയാം. ഇവിടെ ഒരാളുടെ മേക്കപ്പ് നടക്കുമ്പോൾ ഇവിടെ മറ്റേ ഞങ്ങൾ രണ്ട് റൂമിലായിട്ടായിരുന്നു. അപ്പൊ രണ്ട് റൂമിലായിട്ടായിരുന്നു. മാച്ച് ചെയ്യുന്നു. രഞ്ജു ശ്രീകുമാറും തമ്മിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഹെയർ സ്റ്റൈൽ ആയാലും മേക്കപ്പ് സ്കിൻ ടോൺ ആയാലും ഒക്കെ ഫിക്സ് ചെയ്തത്. ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ഫോട്ടോസ് എടുത്ത് ശ്രീക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. ശ്രീ അങ്ങോട്ട് പോയി ചോദിക്കും. അങ്ങനെയൊക്കെയാണ്. ഡോൺ ആൻഡ് ആൻസൺ, നിങ്ങളുടെ കോസ്റ്റ്യൂംസിനെ കുറിച്ച് പറയും. ഷെർവാണിയായിരുന്നു. അത് സെയിം ആയിരുന്നില്ല, കളറായിരുന്നു സെയിം. അവന്റെ സൈസ് ഇത്തിരി എക്സ്ട്രാ ലാർജ്, അവന് ഇത്തിരി കംഫർട്ട് അതാണ്. ഓക്കെ, അതുകൊണ്ട് ഞങ്ങളുടെ കോസ്റ്റ്യൂം കളർ സെയിം ആയിരുന്നു. റെഡിമെയ്ഡ് വാങ്ങുവാണ് ചെയ്ത ഡിസൈൻ? എന്റെ റെഡിമെയ്ഡ്. ഒന്നാമത് എനിക്ക് ടൈം ഞങ്ങളുടെ സ്റ്റിച്ച് ചെയ്തതാണ്. ഓക്കെ, അതിനകത്തനുസരിച്ച് ടൈം കുറവായിരുന്നു. അതായത് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഓടിയെടുക്കാൻ കാരണം ഞങ്ങൾക്ക് ടൈം കുറവായിരുന്നു. ഇവർക്ക് ഇത് മാത്രം നോക്കിയാൽ മതി. പെണ്ണുങ്ങൾക്ക് എസ്പെഷ്യലി ഈ ആഭരണങ്ങളും സാരി ഇതൊക്കെ എടുക്കുന്ന വലിയ ചടങ്ങാണല്ലോ. സോ അത് നിങ്ങളുടെ ഒരുമിച്ചാണോ നടന്നത്, അതോ അത് സെപ്പറേറ്റ് ആയിട്ട് നടക്കുകയാണോ ചെയ്യുന്നത്? എന്റെ തൃശ്ശൂർ എങ്ങനെയാന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞ് പോകുമ്പോ 1 വർഷം വരെ യൂസ് ചെയ്യാവുന്ന എല്ലാ സാധനവും കൊണ്ടാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാം. അപ്പോ എന്റെ മമ്മി എങ്ങനെയാന്ന് വെച്ചാല് എനിക്ക് എൻ്റെ കല്യാണം ആലോചിച്ച് തുടങ്ങുമ്പോഴേ തൊട്ട് എനിക്കുള്ള സാരികളും കാര്യങ്ങളും ഒക്കെ അന്നേ പർച്ചേസിങ് ഒരുവിധം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിങ്കിയിലേക്ക് അങ്ങനെ എൻ്റെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിരുന്നു. പിങ്കി വന്നപ്പോ ഞങ്ങളും കൂടി ഉണ്ടായിരുന്നു. ഒന്നിച്ചാണ് പോയത്. കോയമ്പത്തൂരിൽ നിന്നാണ് പിങ്കിയുടെ ഒരുവിധം എല്ലാ സാരീസും എടുത്തത്. മന്ത്രോടിയും കോയമ്പത്തൂരിൽ കോയമ്പത്തൂരിൽ മന്ത്രോടി അടക്കം എല്ലാ സെക്കൻഡ് സാരി അങ്ങനെ എല്ലാ സാരീസും കോയമ്പത്തൂർ. ഡിംപിൾ, ആൻസൺ, പിങ്കി, ഡോൺ ഇവരുടെ കല്യാണ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Till then, this is Rose and Jolly signing off.